വിശ്വസ്തത കൊടുക്കണമെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയായി മാറിയപ്പോൾ ആ ധൈര്യം എപ്പോഴാണ് കിട്ടുക എന്നറിയാമോ? പ്യുവർ വിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പ്യുവർ നമ്മൾ വിൽക്കുവാണെങ്കിൽ നമുക്കിത് പറയാം. ട്രെൻഡിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇല്ല, ട്രെൻഡിനൊപ്പം പോകാൻ പറ്റില്ല. ഞങ്ങൾ പണ്ടേ അൺഫോളോ ചെയ്താണ് ട്രെൻഡിനെ. ബിക്കോസ് നമ്മൾ ട്രെൻഡ് ഉണ്ടാക്കുന്നവർ എന്തിനാണ് ട്രെൻഡിനെ പുറകെ പോകുന്നത്? വി ആർ മേക്കിംഗ് ട്രെൻഡ്സ്, അല്ലെങ്കിൽ നമ്മളാണ് ട്രെൻഡ് സെറ്റേഴ്സ്. വി ക്യാൻ സെറ്റ് ദ ട്രെൻഡ്. കഴിഞ്ഞ ദിവസം നീത അംബാനി US ട്രംപിൻ്റെ ഫംഗ്ഷന് പോയില്ലേ, അതിന് പോയപ്പോൾ ഉടുത്തിരുന്നൊരു സാരി അതിപ്പോൾ 2000 രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. 1 lakh+ ആണ് അതിൻ്റെ ഒറിജിനൽ വില. അത് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് 2000 വാട്സപ്പിൽ കണ്ടാൽ അതുപോലെ ഇരിക്കും. സെയിം ഡിസൈൻ, സെയിം പാറ്റേൺ എല്ലാം, പക്ഷേ ഫാബ്രിക് വേറെയാ, ഇത് വേറെ. അപ്പോൾ അങ്ങനെ കോപ്പി പോകുന്നത് തടയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ എക്സ്ക്ലൂസിവിറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഓൺലൈനിൽ എല്ലാം ഒന്നും കാണിക്കാറില്ല. ഇപ്പോൾ ഒരു 1 lakh ഒരു ലെഹങ്ക കണ്ടിട്ട് അത് 20,000 ആ ലുക്കിൽ എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാലും ആ ബ്രൈഡിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ മിലൻ ഗ്യാരണ്ടി പറയുന്നു, ഒരിക്കലും ആ ബ്രൈഡ് നിരാശപ്പെടത്തില്ല. എന്നുവെച്ചാൽ ആ 20,000 അതിൻ്റെ ദ ബെസ്റ്റ് ആയിരിക്കും കൊടുക്കുക. ആ 20,000 ഉള്ളൂ ചിലവ് ചെയ്യാൻ, അല്ലെങ്കിൽ 25,000 ഉള്ളെങ്കിലും മിലൻ ഓർഡർ തന്നാൽ മിലൻ ഒരിക്കലും അത് കുറച്ച് കൊടുക്കില്ല. ഈവൻ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും ബ്രൈഡ് ഷുഡ് ബി മിലൻ ബ്രൈഡ്. അതാണ് മിലൻ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഫാഷൻ രംഗത്ത് ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം സൃഷ്ടിക്കാൻ തുടക്കം കുറിച്ച, അല്ലെങ്കിൽ ഫാഷൻ രംഗത്ത് തൻ്റേതായിട്ടുള്ള മുഖമുദ്ര പതിപ്പിച്ച മിലൻ ഡിസൈൻ, അതിൻ്റെ അമരക്കാരി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിൻ്റെ ഫൗണ്ടർ നമ്മളെല്ലാം പ്രിയങ്കരിയായ ഷെർലി റിച്ചിമോൻ. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം, താങ്ക് യു. ആദ്യമായിട്ടൊരു താങ്ക്സ് പറയാണ്. ഈ താങ്ക്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാൻ ഒരു എനർജി കൊടുത്തതിന്, മാത്രമല്ല പലരുടെയും ജീവിതത്തിലെ ഒരു ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിന്, ഒരു ബ്രൈഡിനെ സന്തോഷമായി നിർത്തിയതിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. ഏതായാലും ഒരുപാട് ഇപ്പം നമുക്ക് ശരിക്കും പറയണമെങ്കിൽ ഇപ്പോൾ 15 വർഷത്തോളമായി നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ടൊരു ബോട്ടിക് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നതാണ്, കേരളത്തിൽ കൊണ്ടുവന്നതാണ്. ഈ ഐഡിയാസൊക്കെ എവിടെ നിന്നാണ് വന്നത്? ബുട്ടീക്ക് കോൺസെപ്റ്റ് ആദ്യമായിട്ട് വന്നത് ഞാനല്ല കൊണ്ടുവന്നത്. അത് കുറേ ബുട്ടീക്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ കുറച്ച് കോൺസെപ്റ്റുകളും അല്ല കുറച്ച് അവരുടേതായ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഐഡിയ നമുക്കിങ്ങനെ ഒരു സാധാരണക്കാർക്കും, അതായത് ജനറൽ പീപ്പിളിനും കയറണം, ആ ബൊട്ടീക്കിൽ നിന്ന് വാങ്ങിക്കണം. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ബൊട്ടീക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന്. പക്ഷേ അവരുടെ ഒന്നുകിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ അത്രയ്ക്ക് ക്വാണ്ടിറ്റി അവർ വെക്കാത്തത് കൊണ്ടോ ആവാം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ അത് നമുക്ക് സാധാരണക്കാർക്ക് ഒരു അവൈലബിൾ ആക്കണം. അതുപോലെ ഒരു എക്സിബിഷൻ മോഡൽ, ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ എക്സിബിഷൻസ് ഇഷ്ടം പോലെ നടക്കും. നോർത്ത് ഇന്ത്യയിൽ നിന്ന് എക്സിബിഷൻകാർ വന്നിട്ട് ഇവിടെ സെയിൽ വെച്ച് അവർ ആ പ്രോഫിറ്റ് കൊണ്ട് അവർ പോവാണ്. നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോഴാണ് ഞാൻ എക്സിബിഷൻ വെച്ച് തുടങ്ങി. ഞാൻ കുറച്ച് കേരളത്തിൽ നമ്മൾ ഇതുപോലെ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് വരുന്ന പ്രോഡക്റ്റുകൾ വെച്ചിട്ട്. അപ്പം അത് വളരെ സക്സസ്ഫുള്ളായി. ഒരു 28 എക്സിബിഷനോളം ഞാൻ ചെയ്തു 2-3 വർഷത്തിനുള്ളിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫാഷൻ ഒരു സ്റ്റോർ തന്നെ തുറക്കണം. അത് ഒരു എക്സിബിഷൻ മോഡൽ ആയിട്ടുള്ളൊരു സ്റ്റോർ. എക്സിബിഷൻ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള പീസസ് അല്ല വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എറണാകുളം തിരഞ്ഞെടുത്തത്. എറണാകുളം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഫാഷൻ്റെ ഏറ്റവും സെൻറ്റർ, അല്ലെങ്കിൽ എല്ലാ ഓൾ കേരളയിൽ നിന്നുള്ള ഫാഷൻ ആഗ്രഹിക്കുന്നവർ വരുന്നൊരു സ്ഥലം എറണാകുളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എറണാകുളത്ത് 2010 സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോറായി. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പം ഈ എക്സിബിഷൻ്റെ കാര്യം പറഞ്ഞത്, ശരിക്കും അങ്ങനെ ഒരു തോട്ട് അധികം ആരും ചിന്തിക്കാറില്ല ആ ടൈമിൽ. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കാരണം ഇനി അങ്ങനൊരു സംഭവം പലതരത്തിലുള്ള ആളുകളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് വേണം, ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് വേണം. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് സംഭവങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊന്ന് കയറി നോക്കുക, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടുമെന്ന് പറയുന്നത്. ആ എക്സിബിഷൻ തൊട്ട് ഇപ്പം നമ്മൾ മിലനിൽ എത്തി നിൽക്കുമ്പോൾ വരെ അത് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർക്ക് കിട്ടുന്നത്. ചെല്ലുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകൾ കിട്ടുന്നു, എവിടെയും കാണാത്ത ടൈപ്പ് ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയൽസ് കിട്ടുന്നു. അപ്പോൾ അന്ന് തൊട്ടേ അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഈ റെഫറൻസ് എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ ട്രാവലിങ്ങിൽ കൂടിയല്ലേ കൂടുതലും. ഞാൻ ഒത്തിരി ഓൾ ഇന്ത്യ ഫുൾ ഞാൻ ഹസ്ബൻഡും കൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനേക്കാൾ ഉപരി ഇതിനെക്കുറിച്ച്
പഠിക്കുമായിരുന്നു, സെർച്ച് ചെയ്തു ശരിക്കും. ഓരോ വില്ലേജുകളിലും ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാക്കുന്നത്, അവിടെ എന്താണ് പ്രൊഡക്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് പോയി കാണുകയും പഠിക്കുകയും. ഞങ്ങൾക്ക് കൂത്താട്ടുകുളത്ത് സ്റ്റോറുണ്ട്, അപ്പോൾ അതിനുവേണ്ടി പർച്ചേസിന് പോകുമ്പോഴാണേലും നമ്മളതിൻ്റെ ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുമായിരുന്നു. അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നോർത്ത് ഇന്ത്യക്കാർ ഒരു 1% നാട്ടിൽ കൊണ്ടുവരുന്നുള്ളൂ. അതിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സുകളുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യ എന്ന് പറയുന്നത് ഇത്രയും കൾച്ചർ ഡിഫറൻസ് ഉള്ള സ്റ്റേറ്റുകളുള്ള നാടല്ലേ ഇന്ത്യ. അപ്പോൾ ആ ഓരോ കൾച്ചറിൻ്റേതായ ഫാബ്രിക്കുകളും സാരികളും ഉള്ള നാടാണ് ഇന്ത്യ. അവിടെ നമ്മൾ വളരെ റെയറായിട്ട് കുറച്ച് പീസസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അത് നമ്മുടെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടതല്ല. അതായത് സോഴ്സ് ചെയ്യുന്നവർ, കടകൾ നടത്തുന്നവരാണല്ലോ സോഴ്സ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് തരുക. അപ്പോൾ നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതാണ് മാത്രം വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കോൺസെപ്റ്റ് വന്നത്. എനിക്കൊരു കോൺസെപ്റ്റ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം. കേരളത്തിലെ ആൾക്കാർക്ക് ഡിസൈൻ ചെയ്തുകൂടെ? എന്തുകൊണ്ട് ഡിസൈൻ ചെയ്തുകൂടാ? ഡിസൈൻ ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങൾ വേണം. ഒന്ന് തുണി വേണം, ഫാബ്രിക് വേണം, അത് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈലേഴ്സ് വേണം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് വേണം, അതിൻ്റെ ആക്സസറീസ് വേണം, അതിൻ്റെ ടെക്നിക്കലി വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അവൈലബിൾ ആക്കി. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ മില്ലിന് വേണ്ടിയിട്ട് മാത്രം സാരി സ്റ്റോർ തുറന്നു. പക്ഷേ അതിനോടൊപ്പം സാരി പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഞാനൊരു നമ്മൾ ക്യാമ്പയിനായിട്ട് ചെയ്യുന്നത്. യു ഓൾസോ ക്യാൻ ബി എ ഡിസൈനർ, എന്നുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ തുടങ്ങി. അപ്പോൾ നമുക്ക് ഫാബ്രിക്കുകൾ അവൈലബിൾ ആക്കി, അതിൻ്റെ ബോർഡേഴ്സ് അവൈലബിൾ ആക്കി, ലേസസ് അവൈലബിൾ ആക്കി. ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു സാരി ഉണ്ടാകുന്നത്. അത് കൽക്കട്ടയിൽ നിന്ന് വരുന്നൊരു സാരി, അല്ലെങ്കിൽ ബനാറസിൽ നിന്ന് വരുന്നൊരു സാരി എന്ന് പറയുന്നത് അങ്ങനെ അവരുണ്ടാക്കിയിട്ട് വിടുന്ന സാധനമാണ്. അത് അവരുടെ ടേസ്റ്റിലുള്ള സാധനമാണ് അല്ലേ, അവരുടെ പ്രോഡക്റ്റാണ്. അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോഴും കേരളത്തിലെ ഫുഡ് കഴിക്കുമ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസം പോലെ തന്നെ കേരളത്തിലെ ആൾക്കാരുണ്ടാക്കിയപ്പം കേരള ടേസ്റ്റിലുള്ള സാരികളുണ്ടായി. അപ്പോൾ കേരള ടേസ്റ്റിലുള്ള സാരി എന്ന് പറഞ്ഞാൽ ചില കളറുകളോ അല്ല, ചില ബോർഡേഴ്സ്, ചില ലേസസ്, ചില ജറിയുടെ കളേഴ്സ്. ജറിയൊന്നും നമുക്ക് ഉദ്ദേശിക്കുന്ന കളറൊന്നുമല്ല. അവർക്ക് ചിലപ്പം ഭയങ്കര ബ്രൈറ്റ് ജറിയൊക്കെ ഇഷ്ടം. അതൊക്കെ മാറ്റി നമ്മുടേതായ രീതിയിൽ ചെയ്തപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമായി. അവരത് കൂടുതൽ വാങ്ങിക്കാൻ തുടങ്ങി. എനിക്ക് സെയിൽ നല്ലതായിട്ടുണ്ടായി. സെയിൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിന്നെ ഓടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പല ഇന്നോവേഷൻസും കുറേ ഇതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി. അങ്ങനെയാണ് മില്ലനിൽ കസ്റ്റമർ നിലനിന്ന് വന്നു. ഞാൻ ഒന്നുകൂടി ബാക്കോട്ട് ഒരു കാര്യം, ഞാൻ രസകരമായിട്ടുള്ളൊരു സംഭവം കേട്ടു. ആരും ഒരു സ്ത്രീ ധൈര്യത്തോടെ ഒറ്റയ്ക്ക് പോവാത്ത പല സ്ഥലങ്ങളിൽ വരെ തലയിലൊക്കെ തുണി ഇട്ടിട്ടൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. അത്രത്തോളം ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നെന്ന് പറഞ്ഞു. അതൊക്കെ ഏത് ഏരിയയിലാണ്? കൽക്കട്ടയിൽ ഞാൻ പറഞ്ഞിരുന്നു, മേറ്റിയ ബ്രൂസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. റെഡിമെയ്ഡൊക്കെ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ സ്റ്റോഴ്സിനൊക്കെ അറിയാം മേറ്റിയ ബ്രൂസ്. അന്നത്തെ കാലത്ത്, ഇന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ നല്ലതായിട്ടുണ്ടാവും. മേറ്റിയ ബ്രൂസിലൊക്കെ അന്ന് ലേഡീസ് ഇല്ല, അവിടെ പുറത്തു പോലും ഒരാളെ കാണാനില്ല. ഞാൻ ഹസ്ബൻഡും കൂടെ ട്രാവൽ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും കാണണം മേറ്റിയ ബ്രൂസ്, അവിടെ എന്താ സംഭവിക്കുന്നത് കാണണമല്ലോ. ഒരിക്കലും നമുക്ക് അവിടെ നിന്നൊരു പ്രോഡക്റ്റ് എടുത്ത് മില്ലിലൊന്നും വിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അവിടെയൊക്കെ ഞാൻ 30 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ഫ്രോക്ക് കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അതെ, ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നത്. അത് ഹോൾസെയിലേഴ്സാണ്. ചാക്കും ബാഗും ഒക്കെ പിടിച്ചാണ് ആൾക്കാർ പോയി ഇത് വാങ്ങിക്കുന്നതും. എന്നിട്ടത് പിന്നെ എല്ലാം കൂടെ കളക്ട് ചെയ്തു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരെ ഡീപ്പായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. കൽക്കട്ടയിൽ നിന്ന് 400 മീറ്ററൊക്കെ ഡ്രൈവ് ചെയ്ത് ഉള്ളിൽ പോയി കോട്ടൺ വീവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി സാരി എടുത്തിട്ടുണ്ട്. സോ ഫാബ്രിക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള സ്ഥലങ്ങളും ഇതിൻ്റെ സോഴ്സിങ് സെൻറ്റേഴ്സും എനിക്ക് കൃത്യമായിട്ട് വളരെ ഡീപ്പായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റിയത്. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു ക്യൂരിയോസിറ്റി പുറത്ത് ചോദിക്കട്ടെ. നമ്മളിങ്ങനെ യാത്ര ചെയ്യും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചിലതൊക്കെ കിട്ടുക, ചില ഡിസൈൻസ് കിട്ടുക, അല്ലെങ്കിൽ ചില ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കിട്ടുക. ചിലർ പറഞ്ഞിട്ടുണ്ട്, എടാ ശരിക്കും ഉൾഗ്രാമങ്ങളിൽ പോയ കുപ്പത്തൊട്ടിയിലാണ് മാണിക്യം ഇരിക്കുന്നത്, അതൊന്നും ആർക്കും അറിയില്ല എന്ന് പറയും. ശരിക്കും അതെ, അങ്ങനെ ശരിക്കും അതെ. ഞാൻ ഈ കഴിഞ്ഞ എനിക്കിതിൻ്റെ സ്ഥലത്തിൻ്റെ ആക്ച്വൽ പേര് പറയാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് ചെന്നപ്പം അവിടെ ഒരിക്കലും നമ്മൾ ഇമാജിൻ ചെയ്യാം, അവിടെ ഒരു നല്ല ഹോട്ടൽ പോലും ഇല്ല. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാം ഫോറിനേഴ്സാണ് അവിടെ ബയേഴ്സ്. അവർ ഫോറിനേഴ്സ് വന്നിട്ട് അവിടുന്ന് ഇന്ത്യയിൽ ഫോറിനേഴ്സാണ് ബയേഴ്സ്. എല്ലാ വീവേഴ്സിൻ്റെ അടുത്ത് നിന്ന് വന്നേക്കുന്ന ഫോറിനേഴ്സാണ്. യൂറോപ്പിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും ഒക്കെ വന്നേക്കുന്നത് സ്റ്റോക്ക് കാണാനൊക്കെ വന്നേക്കുന്നത്. ഒരു 10 പേരെങ്കിലും ഞാൻ ആ വില്ലേജിൽ കണ്ടു. എന്ന് വെച്ചാൽ ആ കോട്ടൻ്റെയൊക്കെ അൾട്ടിമേറ്റ് കോട്ടൺസ് അത് നമ്മുടെ നാട്ടിൽ ഇല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പ്രോഡക്റ്റുകൾ കണ്ടുവയ്ക്കാൻ ധൈര്യമുള്ളവർ കുറവാണ്. ഇത് അമേരിക്ക ഫോറിൻകാരൊക്കെ ഇടുന്ന കോട്ടൺ അല്ലേ. കോട്ടൺ തിക്നെസ് കൂടിയാൽ എന്താ കുഴപ്പം?
ഭയങ്കര കട്ടിയുള്ള കോട്ടനാണ്, ചാക്ക് പോലെ. പക്ഷെ ആ കോട്ടൺ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും സുഖകരമായ ഫീലുള്ള ഷർട്ടാണ് അല്ലെങ്കിൽ കുർത്തയാക്കാൻ പറ്റുമെന്ന് അറിയാവുന്നത് നമ്മളെക്കാട്ടിലും നല്ലതായിട്ട് അവർക്കാണ്. സോ അവരത് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് പോകും. അപ്പം ഞാനും വാങ്ങി, പുതിയ സ്റ്റോറിലേക്ക് ഞാനും അത് സോഴ്സ് ചെയ്തിട്ടുണ്ട്. കോട്ടൻ്റെ ഷർട്ട്, കുർത്ത. ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഡിസൈനിങ് വ്യൂവിൽ കൂടി തിങ്ക് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഈവൻ ചുമ്മാ ജാക്കറ്റ്സ് ഉണ്ടാക്കാം, ഷർട്ട് ടോപ്സ് ഉണ്ടാക്കാം, ഈവൻ മേ ബി പാൻറ് ഉണ്ടാക്കാം, പാൻസ് ഒക്കെ ഇടാം. അങ്ങനത്തെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഇൻറ്റീരിയർ ഓഫ് ഇന്ത്യ അവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടുപോകുന്നത് നല്ല പുറത്തുള്ള രാജ്യങ്ങൾക്കാർ വന്ന് അവർക്കറിയാം അതിൻ്റെ ക്വാളിറ്റി കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമായി. അതെ, കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ രസം എന്താ വെച്ചാൽ നമ്മളിതൊരു വിദേശത്ത് പോയിട്ട് ഇത് മേടിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വിദേശത്ത് നിന്ന് മേടിച്ചാൽ നമ്മൾ പറയുകയും ചെയ്യും. നമ്മൾ പറയും പക്ഷേ അതിൻ്റെ ബേസ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കൂടുതലും. അതല്ലേ അമേരിക്കയിലൊക്കെ US-ലൊക്കെ കൂടുതലും അത് തന്നെയല്ല. ഈ യൂറോപ്പിൽ, അമേരിക്കനെക്കാട്ടും കൂടുതൽ യൂറോപ്പാണ് ശരിക്കും ഫാഷൻ വരുന്ന സ്ഥലം. യൂറോപ്പിലുള്ള നല്ല കോട്ടൺസ് അല്ലെ നല്ല ലിനൻസ് ഒക്കെ നമ്മളുടെ നാട്ടിൽ നിന്ന് പോകുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നതും കേരളത്തിൽ നിന്ന് പോകുന്നതും ഒക്കെ ഉണ്ട്. കേരളത്തിൽ തന്നെ അതിൻ്റെ ലിനൻ്റെ ഒക്കെ ഫാക്ടറികൾ ഇവിടെയുള്ള കാക്കനാടൊക്കെ ഉള്ളിടത്ത് സ്ഥലത്തുനിന്ന് പോകുന്നതാണ് ഏറ്റവും കൂടിയ നല്ല ലിനൻസ്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അടുത്ത് കിടക്കുന്നവർക്ക് പോലും അത് അറിയുന്നില്ല. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ അതിന് കോമ്പറ്റീഷനാണ് ഭയങ്കര. അതിൻ്റെ ചീപ്പർ അപ്പം തന്നെ ഇറക്കും, വില കുറച്ച് വിൽക്കും. അപ്പോൾ പിന്നെ അത് കോമ്പീറ്റ് ചെയ്ത് വിൽക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കതൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ കൂടിയ പ്രോഡക്റ്റുകൾ എടുത്തു വെച്ച് കസ്റ്റമർ അങ്ങനെ ആയി. നല്ല നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് വില കൂടിയ പ്രോഡക്റ്റുകൾ വന്നാലാണ് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ സെയിൽ നടക്കുക. വില കൂടിയെന്ന് വെച്ചാൽ വില കൂട്ടിയതല്ല, വില കൂടിയത് എന്ന് വെച്ചാൽ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്. സാധാരണ വില കൂടിയെന്ന് വെച്ചാൽ മില്ലിന് വില കൂടിയതേ ഉള്ളൂ എന്ന് പറയരുത്. വില കുറഞ്ഞ പ്രോഡക്റ്റ് ഇരുന്നാലും ആ കൂടിയ പ്രോഡക്റ്റാണ് വിൽക്കുന്നത്, ക്വാളിറ്റിയാണ് ഞങ്ങൾക്ക് വിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മില്ലിൽ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് സാധനം ഉണ്ടാവും. ഇത് രസം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ആ ഒരു വിശ്വസ്തത നേടിയെടുക്കാനാണ് ഏറ്റവും പാട്. അത് നേടിക്കഴിഞ്ഞാൽ വൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അത് മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതൽ. മില്ലിൻ്റെ ആഡുകളൊക്കെ ഭയങ്കര രസകരമാണ്. പക്ഷെ അതിനേക്കാട്ടും കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഞാൻ പറയാൻ കാരണം, ഞാൻ ഇങ്ങനെ വരുന്നതിന് മുമ്പ് കുറേ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ കമൻറ്റുകൾ നോക്കുമ്പോൾ ഒരാളൊരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടാണ്. കുറേ ദൂരങ്ങളുടെ ഉള്ളിൽ പാവപ്പെട്ടവരുടെ നിന്ന് ഇത് നിസ്സാര പൈസയ്ക്ക് കോയമ്പത്തൂർ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വില കൂട്ടി വിൽക്കുകയെന്ന്. അതിൻ്റെ അടിയിൽ മറുപടികൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തെറ്റി, നിങ്ങൾ അവിടെ പോയി ആദ്യം ഈ കമൻറ്റ് ഇടാതെ അത് മേടിച്ച് ഉപയോഗിച്ച് നോക്കൂ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ചേച്ചിക്ക് എടുത്തതാണ് ഇപ്പം എൻ്റെ മോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിശ്വസ്തതയാണ് ഏറ്റവും വിശ്വസ്തത കൊടുക്കണമെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറി. ഇപ്പം നമുക്കൊരു ഫേക്ക് സാധനം കാണിച്ചിട്ട് അത് വിൽക്കാൻ പറ്റില്ല. കാഞ്ചീപുരം ആണെന്ന് പറഞ്ഞിട്ട് വിൽക്കണം. ഈവൻ ഞാൻ കാഞ്ചീപുരം അല്ലാത്ത സെമി ആയിട്ടുള്ള, അതായത് കാഞ്ചീപുരം പോലെ തോന്നിക്കുന്ന സാരി, ഞങ്ങൾ 25,000 രൂപയ്ക്ക് വിൽക്കുന്ന സാരി അല്ല 15,000 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്ന കാഞ്ചീപുരം സാരി 2,000 രൂപയ്ക്കോ അല്ല 1,500 രൂപയ്ക്കോ മാർക്കറ്റിലെ സെയിം ഡിസൈനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതെന്ന് പറഞ്ഞാൽ നക്ലി എന്ന് പറയും. നക്ലി എന്ന് പറഞ്ഞാൽ മിക്സ് ഓഫ് പോളിസ്റ്ററാണ്, നൈലോൺ ചേർന്ന സാധനം. അത് കൊടുക്കുമ്പം ഇത് ഭയങ്കര പ്യുവർ കാഞ്ചീപുരം പട്ടാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് തെറ്റ്. അതല്ലാതെ അത് ഫേക്കാന്ന്, ഇതിന് ഈ വിലയേ ഉള്ളൂ, ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഇത് നൈലോൺ ആണ്, ഇതിനകത്ത് ഇതാണ് സംഭവം എന്ന് പറയാൻ കുറഞ്ഞ് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യം എപ്പോഴാണ് കിട്ടുക എന്നറിയാമോ? പ്യുവർ വിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പ്യുവർ നമ്മൾ വിൽക്കുവാണെങ്കിൽ നമുക്കിത് പറയാം, പ്യുവറാണ് ഞങ്ങൾക്ക് കൂടുതൽ വിൽക്കുന്നത്. നമ്മളുടെ ഏരിയ നമ്മൾ വിൽക്കുന്നതും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ വിലയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 10,000 മേലയിലോട്ടുള്ള സാരിക്ക് പ്യുവറെന്ന് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാഞ്ചീപുരം അല്ലെങ്കിൽ കാഞ്ചിപ്പെട്ടെന്ന്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റുകൾ ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾക്ക് വിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് അത് ഇഷ്ടമാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് അതിൽ വരുന്നുണ്ട് എങ്കിൽ എനിക്ക് പറയാം ഇവിടെ കുറഞ്ഞ പ്രോഡക്റ്റ് ആണുള്ളത്. ഇതെന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞതാണ്, അല്ലെങ്കിൽ സെമി ആണ്, അല്ലെങ്കിൽ ഇത് നൈലോൺ മിക്സ് ആണെന്ന് എനിക്ക് പറയാം. നമുക്ക് വിൽക്കാതെ പറ്റില്ല. 2,000 രൂപയുടെ സാരി 1,500 രൂപയുടെ സാരി നമുക്ക് വിൽക്കാതെ പറ്റില്ല. കസ്റ്റമർക്ക് അതും വേണ്ട. പക്ഷെ അത് പറഞ്ഞു തന്നെ കൊടുക്കും. അത് ഞാൻ സ്റ്റാഫിനോടും പറഞ്ഞിട്ടുണ്ട്. ഇത് പ്യുവർ ആണെന്ന് പറഞ്ഞാൽ ആരും കൊടുക്കാൻ പാടില്ല. ബനാറസിയുടെ സാരി, കുറഞ്ഞ സാരി ബനാറസി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം സെമി ബനാറസി ഖത്താൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. സെമി ബനാറസി ഖത്താൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഖത്താൻ. അതൊരു സാധനം സെമിയാണ്, അത് പോളിസ്റ്ററാണ്, അത് മിക്സാണ്. അതിനെ കഥാൻ എങ്ങനെ പറയും? ആ വേർഡ് തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. ഒറിജിനൽ പ്യുവറിനാണ് കഥാൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഡീപ്പായിട്ടൊന്നും കസ്റ്റമേഴ്സ് അന്വേഷിക്കുന്നില്ലല്ലോ.
അവർക്ക് കളറും ഇത് പ്രത്യേകിച്ച് ഓൺലൈനിൽ കളറും ഇതൊക്കെ കാണുമ്പോൾ അതവർ വാങ്ങിക്കും. പിന്നെ അവർ ഒറ്റ ഉടുപ്പിനേ ഉള്ളൂ എന്നുള്ള ധാരണയിലും വാങ്ങിക്കും. പക്ഷേ ഉടുക്കുന്നതും കംഫർട്ടോടുകൂടി കൊടുക്കണം. നമ്മളൊരു ഫംഗ്ഷന് പോകുന്നതല്ലേ, ഫംഗ്ഷന് പോകുമ്പം 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ, മിനിമം ഒരു 3 മണിക്കൂർ കല്യാണം ഉണ്ട് അല്ലേ. ആ 3 മണിക്കൂർ വേർത്ത് കുളിച്ച് എ സിയിലാണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ അടിച്ച് ഇച്ചിങ്ങുമായിട്ട് നിൽക്കുന്നതിലും നല്ലത് കുറഞ്ഞ സാരി ആണെങ്കിലും പ്യുവർ നാച്ചുറൽ സാരി ഒരു കോട്ടൺ എടുത്ത് പോയാലും അതിൻ്റെതായ ക്വാളിറ്റിയാണ്. അതെ അതെ. മാത്രമല്ല ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറയില്ലേ റൈബ് ബാൻഡ് വാച്ചൊക്കെ മേടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചിട്ടുണ്ട് നടക്കും. പക്ഷെ ഇപ്പോൾ ആൾക്കാർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ജനറേഷൻ കൂടി എത്തി. അപ്പോൾ പലരും എന്നിട്ടും പറ്റിക്കപ്പെടുന്ന ഈ ഓൺലൈനിലാണ്. അവർ കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് ആ ഇഷ്ടം കൊണ്ടും അവരങ്ങ് മേടിച്ചു പോകും. ഈ പറയുന്ന ചിലർ കളിയാക്കും, എടാ നീ ഈ സാധനം ഇത്ര വില കൊടുത്ത് മേടിച്ചു, ഓൺലൈനിൽ കിടപ്പുണ്ട് നിസ്സാര പൈസയുള്ളൂ. അത് പറ്റിക്കപ്പെടുന്നത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അത് 2 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. ഒരു ടീം ഓഫ് കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഉള്ളത് നല്ലതായിട്ട് വേണം, ഉള്ളത് മതി, ഒത്തിരി വേണ്ട, പക്ഷെ ഉള്ളത് നല്ല പ്യുവറും നല്ല സംഭവങ്ങളും വേണം. അതിന് അവർക്ക് കൊടുക്കാനും സാധാരണക്കാരല്ലാതെ, അത് സാധാരണക്കാരെന്നല്ല പറഞ്ഞത്, സാധാരണക്കാരിലും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. അവർക്ക് അവരുടെ വിലയിൽ ഒതുങ്ങുന്ന പക്ഷെ പ്യുവറായിട്ടുള്ള പ്രോഡക്റ്റ് വേണം. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്, പ്യുവറായിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാ റേഞ്ചിലും. അത് വാങ്ങിക്കാനുള്ള ഒരു ക്രൗഡുണ്ട്. അത് ഞങ്ങളുടെ ഓൺലൈനിൽ കൂടിയാണേലും ഓഫ്ലൈനിൽ കൂടിയാണേലും വന്ന് വാങ്ങിക്കുന്ന അങ്ങനത്തെ കസ്റ്റമറാണ്. ചിലർക്ക് അങ്ങനെയില്ല. ചിലർക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി, പുതിയത് കൊടുത്താൽ മതി, കളർ കോമ്പിനേഷൻ ഇത് മതി, അല്ലെങ്കിൽ എനിക്കൊരു പുതിയത് കൊടുത്താൽ മതി എന്നുള്ള ധാരണയുള്ളവരാണ് ഈ 1000 രൂപയുടെ അല്ലെ 1500 രൂപയുടെയും പ്യുവർ കാഞ്ചീപുരം അല്ലെ സെമി കാഞ്ചീപുരം എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റുകൾ കൂടുതൽ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓൺലൈൻകാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഓൺലൈൻകാർ അവരവരുടെ ബിസിനസ് ചെയ്യുന്നു, വാങ്ങിക്കുന്നവർ അവർക്ക് ഈ വിലയ്ക്ക് എനിക്കിത് മതി എന്നുള്ള ധാരണയിൽ വാങ്ങിക്കുന്നു. അപ്പം നമ്മൾ കേറ്റർ ചെയ്യുന്നത് മറ്റേ ടീമിനെയാണ്. ക്വാളിറ്റി വേണ്ടിയവർക്ക് ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. കുറഞ്ഞത് വേണമെങ്കിൽ നമ്മൾ വെച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ ക്വാണ്ടിറ്റി കൂടുതലും നല്ല കൂടിയ സാധനങ്ങളോ അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങളോ വെക്കുന്നത്. കുറഞ്ഞ പ്രോഡക്റ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ പ്രോഡക്റ്റ് എടുത്താലും ഐ എം വെരി ഷുവർ ഇച്ചിങ് ഉണ്ടാവുന്ന സാരി ഉണ്ടാവില്ല. അതിനും അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ടാവും. ഉറപ്പ് പറയേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോ പഴയ പോലെയല്ല, പണ്ട് ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴായിരുന്നു ഓരോ ഫാഷൻ ഇറങ്ങിയിരുന്നത്. ഇപ്പൊ ഡെയിലി ബൈ ഡേ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് പുതിയ പുതിയ ട്രെൻഡുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ ട്രെൻഡിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പല കുമ്പന്മാരും എന്താ പറയുക തല താഴെ കുത്തിയേക്കുന്നത് അതുകൊണ്ടാണ്, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞും അതിലാണ്. ഇല്ല, ട്രെൻഡിനൊപ്പം പോകാൻ പറ്റില്ല. ഞങ്ങൾ പണ്ടേ അൺഫോളോ ചെയ്താണ് ട്രെൻഡിനെ. കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ സ്ലോഗൻ അതായിരുന്നു, അൺഫോളോ ദ ട്രെൻഡ്സ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ട്രെൻഡ് ഉണ്ടാക്കുന്നവർ എന്തിനാണ് ട്രെൻഡിൻ്റെ പുറകെ പോകുന്നത്? വി ആർ മേക്കിംഗ് ട്രെൻഡ്സ്, അല്ലെങ്കിൽ നമ്മളാണ് ട്രെൻഡ് സെറ്റേഴ്സ്. അല്ലെങ്കിൽ ഞങ്ങൾ മിലൻ്റെ ട്രെൻഡുകളാണ് പലതും ഓൾ ഇന്ത്യയിൽ ഹിറ്റായേക്കുന്നത് പല പല കാര്യങ്ങളിൽ. ഒന്ന് പറയാമെങ്കിൽ നമ്മൾ ഈ പേസ്റ്റൽ കളർ കാഞ്ചീപുരം നമ്മളാണ് ആദ്യമായിട്ട് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ലോകത്തിൽ ആദ്യമായിട്ട് ഇറക്കിയത് പേസ്റ്റൽ കളർ കാഞ്ചീപുരം ഞങ്ങളാണ് വീവ് ചെയ്ത്. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അഡ്വാൻസ് ചെയ്യിച്ചിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വ്യൂവേഴ്സിന് പേടി. അന്നത്തെ ട്രഡീഷണൽ കളർ എന്ന് പറഞ്ഞാൽ റെഡ്, മെറൂണ്, മജന്ത, കുറേ പർപ്പിൾ കളർ അങ്ങനത്തെ, അതല്ലാതെ അവരുണ്ടാക്കില്ല. അപ്പം നമ്മൾ പേസ്റ്റിൽ ഉണ്ടാക്കാൻ പറഞ്ഞ കളർ ചാർട്ട് കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട് അഡ്വാൻസ് പൈസ കൊടുത്ത് അവർക്ക് പേടിയാണ് ഉണ്ടാക്കാൻ. ആ പ്രോഡക്റ്റ് ഇവിടെ വന്ന് നമ്മൾ അഡ്വർടൈസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അഡ്വർടൈസ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചതാണ്. അങ്ങനെ ഒരു ശരിക്കും റെവല്യൂഷനായിരുന്നു ആ മന്ത്രകോടിയിലുണ്ടായത്. അങ്ങനെ അതുപോലെ പല പല ഡിസൈൻസ്. ഞങ്ങളുടെ ഒരു ജ്വല്ലറി ഡിസൈൻ ഒരു വർഷം ഉണ്ടാക്കി ഓണത്തിന്. അത് ജ്വല്ലറി ഡിസൈനൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നു. ഓൾ ഇന്ത്യ ഏറ്റെടുത്തു. ബനാറസിൽ വരുമ്പോൾ ഞാൻ കാണുന്ന വീവ് ചെയ്യുന്നതിനകത്ത് ജുമിക്കിയൊക്കെ വീവ് ചെയ്തുള്ള ഡിസൈൻസ്, വളയൊക്കെ വീവ് ചെയ്യുന്ന ഡിസൈൻ നമ്മൾ ഹാൻഡ് വർക്ക് കൊണ്ട് ചെയ്ത് ഓണത്തിനാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ why should we go beyond trend? We can make trends. We can set the trends. ഇതിനെ കോപ്പി ചെയ്യുന്നല്ലേ, കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. തീർച്ചയായും അതിനുള്ള എക്സ്പേർട്സ് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്, ടീമുണ്ട്. ഇതിപ്പം മെയിനായിട്ട് ഒരു കാര്യം, ഇത് കേരളത്തിൽ പല കമൻറ്റിലും ശ്രദ്ധിച്ചൊരു കാര്യമാണ്.
ഇത് എറണാകുളത്തേക്ക് മാത്രമല്ല, ഞങ്ങൾക്കൊന്ന് നേരിട്ട് വരണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിലും കൂടി ഒന്ന് വന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ പ്ലാനുകളൊക്കെ എന്താണ്? മിലൻ പോവാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം. ഇല്ല, എറണാകുളം വിടുന്നില്ല, ഇവിടെ വിടുന്നില്ല. നമുക്ക് ആവശ്യത്തിന് പണി ഇവിടെ ഉണ്ട്. ആക്ച്വലി സത്യം പറഞ്ഞാൽ അതെനിക്ക് എൻ്റെ മാനസികമായ ഒരു ഇഷ്ടക്കുറവാണ്. നമ്മൾക്ക് പേഴ്സണലി കസ്റ്റമറെ കണ്ട് നമ്മൾ പേഴ്സണലി സ്റ്റാഫുമായിട്ട് മിങ്കിൾ ചെയ്ത്, അത് പ്രോഫിറ്റിന് പുറമേ ഉള്ള ഒരു കാര്യമാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നതും പൈസ എന്ന് പറയുന്നതും അത് വേറെയാണ്. പാഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. പാഷനും അല്ലെങ്കിൽ ക്വാളിറ്റിയും തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ടാവും. പാഷനും ക്വാളിറ്റിയും തമ്മിൽ നല്ല ബ്ലെൻഡഡ് ആണ്. പക്ഷേ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. ഞാൻ അങ്ങനെ പോകണമെങ്കിൽ ഞാൻ ക്വാണ്ടിറ്റി സെല്ലറായിരിക്കണം. ക്വാണ്ടിറ്റി വിൽക്കുന്ന ഒരാളാവണം ഞാൻ. എനിക്ക് ക്വാണ്ടിറ്റിയേക്കാളും കൂടുതൽ ക്വാളിറ്റിയിലാണ് ഇഷ്ടം. സോ അത് നമുക്ക് ക്വാളിറ്റിയുള്ള കാഞ്ചീപുരം കിട്ടണമെങ്കിൽ ഇന്ന് വീവേഴ്സ് വളരെ കുറവാണ്. നമുക്ക് എത്ര സാരി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് കൊടുത്താലാണ് അവർക്ക്, ഈവൻ ഇവിടുത്തെ എല്ലാ വലിയ കടക്കാരും പോയാലും ഒരു 100 സാരി കൂടുതൽ ക്വാളിറ്റിയുള്ള പ്യുവർ കാഞ്ചീപുരം കിട്ടാനില്ല കാഞ്ചീപുുരത്തിൽ. ഇത്രയും വീവേഴ്സുള്ളൂ. വീവേഴ്സിൻ്റെ മക്കളാരും വീവ് ചെയ്യുന്നില്ല. സോ ഈ ഇൻഡസ്ട്രി തന്നെ ഇങ്ങനത്തെ വീവിങ് മാറി പവർ ലൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 40,000 രൂപ 35,000 രൂപയ്ക്കൊക്കെ നമ്മൾ വിൽക്കുന്ന പ്യുവർ കാഞ്ചീപുരം സാരി 20,000 താഴെ ഉണ്ടെന്ന് പറഞ്ഞ് ഓൺലൈൻ കാണിക്കുന്നത്. അതെല്ലാം പവർ ലൂമാണ്. പവർ ലൂമിലെ സാരി അതേപോലെ ഹാൻഡ് ലൂമിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങളുമൊക്കെ അതെല്ലാം ചെയ്യും. ഞങ്ങളും പവർ ലൂം വെക്കുന്നുണ്ട്, പക്ഷെ പവർ ലൂം ആണെന്ന് തന്നെ പറയും. അപ്പോൾ അവിടെയാണ് ആ കോൺഫ്ലിക്റ്റ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ തമ്മിലുള്ള. കസ്റ്റമർക്ക് വന്ന് ടച്ച് ആൻഡ് ഫീൽ, ദേ ക്യാൻ ഫീൽ. അവർക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം. ചില സാരികൾ നോക്കിയാലും അറിയില്ല, പക്ഷെ അത് നമ്മുടെ സ്റ്റാഫിനെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാരി പ്യുവർ അല്ല, ഇത് പവർ ലൂം ആണെന്ന് പറഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ. 13,000 അല്ലെ 12,000 കാഞ്ചീപുരം ബ്രൊക്കേഡ് സാരി വിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ 1 വർഷമായിട്ടുള്ളത് വിൽക്കാൻ തുടങ്ങിയിട്ട്. അത് പവർ ലൂമാണ്. പക്ഷേ പവർ ലൂം വേണ്ടിയവരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില അത്രമേ താങ്ങാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളത് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവരോട് പറയും ആ സെക്ഷനിൽ നമ്മുടെ ബ്രൊക്കേഡ് പ്യുവർ അല്ല, അത് പവർ ലൂമാണ്. അങ്ങനെ പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വിൽക്കട്ടെ. അതെ, തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും അതങ്ങനെ പറയണം. അതല്ലാതെ കസ്റ്റമറിൻ്റെ അടുത്ത് ഇത് പ്യുവറാന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. ആ പ്യുവർ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതലും പ്യുവർ വിൽക്കാൻ പറ്റുന്നത് കൊണ്ട്. കസ്റ്റമേഴ്സിന് അറിയാം മിലനിൽ പ്യുവർ ഉണ്ടെന്ന് കസ്റ്റമേഴ്സിന് അറിയാം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു മാം. അത് വലിയൊരു ഇൻഫർമേഷൻ ആട്ടോ. അത് പലരും കേൾക്കേണ്ട കാര്യം കൂടിയാണത്. കാരണം ധൈര്യമായിട്ട് പറഞ്ഞു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത്രയും പറഞ്ഞു കൊടുക്കുന്നത്, അത്രയും ക്വാളിറ്റിയുള്ള സംഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. കസ്റ്റമേഴ്സിന് ധൈര്യമായിട്ട് പറയാം. വലിയൊരു പോയിന്റ് തന്നെ കേട്ടാ മാം. പിന്നെ അതുപോലെ ഇപ്പം ഇതിൽ യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതും ഈ പറഞ്ഞ ഈ യാത്രയിൽ തന്നെ കിട്ടിയതല്ലേ ഇതെല്ലാം? പിന്നെ അത് തന്നെ അതിപ്പം സ്റ്റോൺ വർക്ക് എന്നൊക്കെ പറയുന്നത് വീവിങ്ങുമായിട്ട് ഡിഫറെൻ്റ്. അത് നമ്മൾ ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന. ഞങ്ങൾക്ക് ഇവിടെ യൂണിറ്റ് ഉണ്ട് ഹാൻഡ് വർക്കിൻ്റെ വർക്കും എംബ്രോയിഡറി ഒരു 100 പേരുടെ ഒരു മോർ ദാൻ 100 അത്രയും പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മോർണിംഗ് ഓൺവേർഡ്സ് ഒരു 9:30 to 8:30 വരെ. അവർ ചിലപ്പോൾ ഓവർ ടൈമും ചില ദിവസങ്ങളിലിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമറുടെ ഓർഡർ, നമ്മൾ പ്രോഡക്റ്റുകൾ പലതും ഉണ്ടാകും. അപ്പോൾ അന്നേരം അങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിലാണ് നമ്മൾ ഈ സ്റ്റോൺസും സിർദോസിയും അല്ലെങ്കിൽ ജെറി ഉപയോഗിച്ചിട്ടുള്ള വർക്കും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മളത് ഒത്തിരി ഓൺലൈനിൽ ഇങ്ങനെ കാണിക്കുന്നില്ല. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിതിൻ സെക്കൻഡ്സ് ഇറ്റ് വിൽ ഗെറ്റ് കോപ്പീഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റുകൾ നമ്മൾ കുറച്ച് ഓഫ്ലൈനിൽ തന്നെയാണ് വിൽക്കുന്നത്, ഓൺലൈനിൽ കാണിക്കാതെ. ഓഫ്ലൈനിൽ തന്നെ. അപ്പോൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നേരിട്ട് വരുമ്പോഴാണ് നമുക്ക് നല്ല നല്ല കൂടിയ സാധനങ്ങൾ കാണുക. കൂടിയതെന്നുള്ളതല്ല, പ്രോഡക്റ്റുകൾ കാണിക്കാൻ പറ്റുന്നത്, എക്സ്ക്ലൂസീവ് കാണിക്കാൻ പറ്റുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്നത്. സാധാരണ ഷോപ്പിൽ ഓൺലൈനിൽ ഇട്ടിട്ട് മാക്സിമം കച്ചവടം നടക്കട്ടെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താ പ്രോബ്ലം ചോദിച്ചാൽ, ഞാനൊരു 1,00,000 രൂപയുടെ സാരി നമ്മൾ ഡിസൈൻ ചെയ്ത് 1,00,000 രൂപയുടെ കാഞ്ചീപുരം സാരി അത് ഓൺലൈനിൽ ഇട്ടാൽ ആ ദിവസം തന്നെ അന്ന് അതിൻ്റെ കോപ്പി പോകും. കോപ്പി പോയിട്ട് അത് വെറുതെ 3,000 രൂപയ്ക്ക് അല്ലെ 2,000 രൂപയ്ക്ക് വരും. അതെ. കഴിഞ്ഞ ദിവസം നീത അംബാനി നമ്മുടെ US ട്രംപിൻ്റെ ഇതിനു വേണ്ടി പ്രസിഡൻഷ്യൽ എന്തോ ഫംഗ്ഷന് പോയില്ലേ, അതിന് പോയപ്പോൾ കൊടുത്തിരുന്നൊരു സാരി അതിപ്പോൾ 2,000 രൂപയ്ക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. 1 lakh പ്ലസ് ആണ് അതിൻ്റെ ഒറിജിനൽ വില. അത് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ കുറഞ്ഞ വെർഷൻ, അതിലും കുറച്ചും കൂടെ ഗേജ് കുറഞ്ഞതിൽ ഗ്രാമേജിൽ ചെയ്തു വന്ന് 29,000 നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് 2,000 വാട്സാപ്പിൽ 2,000 രൂപയ്ക്ക് സെയിം സാധനം ഉണ്ടെന്ന്. കണ്ടാൽ അതുപോലെ ഇരിക്കും, സെയിം ഡിസൈൻ സെയിം പാറ്റേൺ എല്ലാം, പക്ഷേ ഫാബ്രിക് വേറെയാണ്, ഇത് വേറെയാണ്. അപ്പോൾ അങ്ങനെ കോപ്പി പോകുന്നത് തടയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ എക്സ്ക്ലൂസിവിറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഓൺലൈനിൽ എല്ലാം ഒന്നും കാണിക്കാറില്ല. ഓക്കെ മാം, ഇത് ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലായിടത്തും. എന്നാലും കുറേ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് വ്യൂവേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അവർക്ക് ഒറ്റയടിക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കുക,
ഇപ്പോൾ വിദേശത്തുള്ള ഒരു ബ്രൈഡ് നാട്ടിലേക്ക് വരികയാണ്, ചിലപ്പോൾ ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഏതൊരു ഷോർട്ട് ടൈമിലായിരിക്കും എത്തുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് ടൈം അതിനെ സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. എന്നാൽ അവർക്കൊരു മിലൻ്റെ ഡിസൈൻ തന്നെ അവർക്ക് വേണം തരും. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? ഞങ്ങൾ ഇപ്പം തന്നെ വാട്സപ്പ് നമ്പർ നമുക്കുണ്ട്. ഓൺലൈനിൽ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തു, ലോഞ്ച് ചെയ്തു ഓൺലൈൻ. പക്ഷേ ഓൺലൈനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട്, അതായത് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കസ്റ്റമൈസ്ഡ് പീസസ് കൊടുക്കാം. കസ്റ്റമൈസേഷൻ്റെ നമ്പറുണ്ട് ഓൺലൈനിൽ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ യൂട്യൂബിലും എല്ലാം ഉണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് അപ്പോൾ തന്നെ ആ ടീം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാനുണ്ട്. അതായത് ഡിസൈനർ വരും, അവരെ കാണിച്ചു കൊടുക്കാൻ ഫാബ്രിക്കുകൾ കൊടുക്കും, അവരുടെ മെഷർമെൻറ്റ് എടുക്കാൻ യൂണിറ്റിൽ നിന്ന് മാസ്റ്റർ വരും, അവരുടെ മെഷർമെൻറ്റ് അവരവിടെ ഇരുന്നുകൊണ്ട് തന്നെ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മൾ ചാർട്ട് അയച്ചു കൊടുക്കും. ചിലപ്പോൾ ഓൺലൈനിൽ വീഡിയോ കോൾ വഴി നമ്മൾ പറയും ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ടേപ്പ് വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ. അതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. ആ നമ്പറിൽ വിളിച്ച് അതുപോലെ തന്നെ അവരുടെ പ്രൈസിങ്, ഇപ്പം അവർക്ക് പ്രൈസിങ് എനിക്ക് 20,000 ഒരു ലെഹങ്കയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയാണ് ഭയങ്കരമായിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഫാബ്രിക്കുകൾ വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഓരോരുത്തർ അവരവരുടെ ബഡ്ജറ്റ് പറഞ്ഞിട്ട് ചെയ്യും. ചിലർ പറയും ഇതുപോലത്തെ ഒരു ലെഹങ്ക പിക്ചർ കാണിച്ചിട്ട് ഇതേപോലത്തെ ലെഹങ്ക എനിക്ക് വേണം. അപ്പോൾ അതേ സെയിം ലെഹങ്ക വേണമെങ്കിൽ അതിൽ ഹാൻഡ് വർക്കാണ് ഫുള്ളെങ്കിൽ അതിൻ്റെ എന്താ കോസ്റ്റ് ആവുമോ അത് നമ്മൾ പറയും, കോസ്റ്റിങ്ങും പറയും. ഒരു പാനലൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും. അപ്പോൾ അവർ പറയുകയാണ് അത് വേണ്ടാന്ന് പറഞ്ഞാൽ ആ ലുക്കിലുള്ള കുറഞ്ഞത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെയിം ലുക്കായിരിക്കും പക്ഷെ വില കുറയും. അതൊക്കെ നമ്മുടെ കയ്യിൽ, ഞങ്ങളുടെ കയ്യിൽ, നമ്മുടെ ഇൻഹൗസ് അല്ലേ, നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. സോ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഇപ്പോൾ ഒരു 1 lakhൻ്റെ ഒരു ലെഹങ്ക കണ്ടിട്ട് അത് 20,000 ആ ലുക്കിൽ എനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാലും ആ ബ്രൈഡിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെതായ ടെക്നിക്കൽ സൈഡ് നമുക്ക് നല്ലതായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായി, റേറ്റ് കറക്റ്റ് പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് ഇതിനുള്ളിലുള്ളതാണ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടി ഈസിയാണ്. അത് ചില ബ്രൈഡ്സിന് ഭയങ്കര ടെൻഷൻ അങ്ങനെ പറയാം, ഞാൻ കുറഞ്ഞു പോയോ, ഇത് ശരിയാവില്ലേ എന്നൊക്കെ. പക്ഷെ മിലൻ ഗ്യാരണ്ടി പറയുന്നു ഒരിക്കലും ആ ബ്രൈഡ് നിരാശപ്പെടത്തില്ല. എന്നുവെച്ചാൽ ആ 20,000 അതിൻ്റെ ദ ബെസ്റ്റ് ആയിരിക്കും കൊടുക്കുക. ആ 20,000 ഉള്ളൂ ചിലവ് ചെയ്യാൻ, അല്ലെങ്കിൽ 25,000 ഉള്ളെങ്കിലും മിലൻ ഓർഡർ തന്നാൽ മിലൻ ഒരിക്കലും അത് കുറച്ച് കൊടുക്കില്ല. ഈവൻ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും ബ്രൈഡ് ഷുഡ് ബി മിലൻ ബ്രൈഡ്. അതാണ് മിലൻ. അതാണ് മിലൻ. എന്നാലും ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞു. നമ്മൾ അതുകൊണ്ട് വളരെ കുറച്ച് സമയമുള്ളൂ. 2014 നമ്മൾ MG റോഡിലേക്ക് കാല് വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഒന്ന് ചോദിക്കും, ഇവിടെയോ? കാരണം എല്ലാവരും പലരും കൈവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ടായിരുന്നു അന്ന് കണ്ടിരുന്നത്. മെട്രോ വരുന്നു, ആകെ തിരക്കാവുന്നു, ആ ടെൻഷനിലേക്കാണ് വരുന്നത്. ഈ ടെൻഷൻ തന്നെ മാമിന് ഉണ്ടായിരുന്നു അന്ന്? എനിക്കില്ലായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണോ? ഒട്ടും ടെൻഷനില്ലായിരുന്നു. എനിക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്കറിയാം എൻ്റെ പ്രോഡക്റ്റും എൻ്റെ നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും. MG റോഡിൽ മെട്രോയുടെ വഴിക്ക് പോകും, നമുക്ക് അവിടെ കടകളൊക്കെ ഉണ്ട്. ബിസിനസ് വരുന്നത് എങ്ങനെയാണ്? കടയിൽ വരാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. ബിസിനസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് ഉള്ളിടത്ത് ചെല്ലും. നിങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ എവിടെയൊക്കെ പോകുന്നു? ഞാൻ ഈയിടെ എൻ്റെ മോൻ പറഞ്ഞിട്ട് ഒരു ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം പോയി, ഒരു എവിടെയോ ഒരു സ്ഥലത്ത്, അവിടെ നല്ല ഫുഡാണ്, അതുകൊണ്ട് രാത്രി വണ്ടി വിട്ട് അവിടം വരെ പോയി. അപ്പോൾ അത്രയും നമ്മൾ പോകുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഞാൻ കൽക്കട്ടയിലും ഡൽഹി മെട്രോ ഒക്കെ പണിയുന്ന സമയത്ത് ഞാനിങ്ങനെ നടന്ന് കാറിൽ ഇറങ്ങിയിട്ട് നടന്ന് കുറേ നടക്കണം, എന്നാലും നമ്മൾ പോവും. അവിടെ പ്രോഡക്റ്റ് നമുക്കുള്ളത് ഉണ്ടെന്നുള്ളതുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ എത്തപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സും വരും. അത് നല്ല പ്രോഡക്റ്റ് കൊടുക്കണം. പക്ഷേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ധൈര്യമായിട്ട് ഒരു പോയിന്റ് പോലും നമുക്ക് വിശ്വാസക്കുറവില്ല. ഈ ധൈര്യമാണ് ഇപ്പോഴും ആ കോൺഫിഡൻസ് തന്നെയാണ്. ആ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് അത്ര ഉറപ്പാണ് ജനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ഇത് നമ്മൾ തുറക്കാൻ പോവുകയാണ് July 4th. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഓരോന്നും ഓപ്പൺ ആകുമ്പോഴും ഒരുപാട് ആളുകൾക്ക് അത് ഭയങ്കര സൗകര്യമായിക്കൊണ്ടിരിക്കുന്നു, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു, വീണ്ടും ആളുകൾ മിലനിനെ തേടിയെത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ നല്ല രസമാണെങ്കിലും മൗത്ത് പബ്ലിസിറ്റിക്ക് ഭയങ്കര മിലൻ സാരി എന്ന് ചോദിക്കണം കസ്റ്റമർ. അങ്ങനെ ചോദിച്ചു തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് യെസ് വി ഹാവ് സംതിങ്, നമുക്കൊരു സബ്സ്റ്റൻസ് ഉണ്ട് നമ്മുടെ മിലന്, എവിടെയോ എന്തോ ഒരു കൾച്ചറുണ്ട്. അപ്പോഴാണ് ഈ സാരി മിലനിലെ അല്ലേ, ഇത് മിലൻ്റെ സാരിയല്ലേ, ഇല്ലെങ്കിൽ ഒരു 10-20 പേര് ഉടുത്തു നിൽക്കുമ്പം എനിക്ക് പിന്നെ പോട്ടെ എൻ്റെ സാരിയാണെന്ന് മനസ്സിലാവും. പക്ഷെ വേറെ ഒരാൾക്ക്, തേർഡ് പാർട്ടി ഒരാൾക്ക്, മിലനി വന്നിട്ടുള്ളവർക്ക് ഇത് മിലൻ്റെ സാരി ആയിരിക്കും, ഇത് മിലൻ്റെ സാരി ആയിരിക്കും എന്ന് പറയണമെങ്കിൽ
സോ വി ഹാവ് സംതിങ് അല്ലേ? ആ ഡിഫറൻസ് ആണ് മിലനെ മിലനാക്കിയത്. തീർച്ചയായിട്ടും. ഒരു ബ്രൈഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ കല്യാണത്തിന് എനിക്ക് ഒരു ബെൻസിൽ പോകണം, അതുപോലെ ഹണിമൂൺ ഇന്ന സ്ഥലത്ത് പോകണം, അതുപോലെ എനിക്ക് ഇടേണ്ട ഡ്രസ്സ് അത് മിലൻ ഡിസൈൻ ആവണം, അതിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ എത്തിയത് ആ ഒരു വിശ്വസ്തത തന്നെയാണ്. 100%. ഇതെല്ലാം ഞാൻ കല്യാണം കഴിച്ചത് തന്നെ മിലനിലെ സാരി ഉടുക്കാനാണെന്ന് അങ്ങനെ പറ. ആ ഡയലോഗ് വരെ ഞാൻ കിട്ടും. അത് ഒരു ബ്രൈഡ് പറഞ്ഞ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ മിലനിലെ സാരി ഉടുക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. അങ്ങനെ ഒന്ന് പറഞ്ഞ ബ്രൈഡാണ് ഏറ്റവും നല്ല ടെസ്റ്റിമോണി തന്ന ആള്. പക്ഷെ അത് ടെസ്റ്റിമോണിയിൽ എടുക്കാൻ പറ്റില്ല എനിക്ക്. അന്ന് ഞാൻ അതിനെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച്, എന്നുവെച്ചാൽ ഞാൻ ആൻറ്റി ഞാൻ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചത് മിലനിലെ സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പറയണമെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് റിവാർഡ് ഐ ഗോട്ട് അല്ലേ? നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ആ ഒരൊറ്റ ഡയലോഗ്. എനിക്ക് 1 കോടി രൂപ തരുന്നതിൽ സന്തോഷം അതാ. സോ അത് അതിലേക്ക് നമ്മൾ എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ നമ്മൾ എത്തിപ്പെടുക എന്ന് പറയുന്നത്. അതൊരു UK ബ്രൈഡായിരുന്നു, UK നിന്ന് വന്ന്. അപ്പോൾ എന്ന് പറയുന്ന പോലെ പിള്ളേർക്ക് മിലനിലെ സാരി, ബ്രൈഡ്സിന് മിലനിലെ സാരി ഉടുക്കുന്നത് പ്രൗഡാണ്. ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചതാണ് മിലനിലെ സാരി ഉടുക്കുന്നത് ഒരു പ്രൗഡായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ഷോപ്പായിരിക്കണം നമ്മൾക്ക് എന്നുള്ളത്. നമ്മൾ ആദ്യം സ്റ്റോർ തുടങ്ങുമ്പോഴേ തീരുമാനിച്ച് അന്ന് മുതൽ വർക്ക് ചെയ്യുന്ന. ഇന്നൊരു കസ്റ്റമറെ കണ്ടാൽ അവർ നാളെയും വരണം, അല്ലെ അവരുടെ അടുത്ത 10 വർഷം കഴിഞ്ഞാലും അവർ നമ്മുടെ കടയിൽ വരണം എന്ന രീതിയിലാണ് ഞങ്ങളും നമ്മുടെ സ്റ്റാഫും അവരോട് സംസാരിച്ചും അല്ലെങ്കിൽ അവരോട് സർവീസ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും സ്റ്റാഫിനോട് പറയുന്നത്, ആ സർവീസ് ഇന്നത്തേനല്ല നാളത്തേനുള്ള സർവീസാണ് നിങ്ങൾ ഇന്ന് കൊടുക്കേണ്ടതെന്ന് പറയും. അവർക്ക് വരാൻ തോന്നണം. അവരിട്ട് കഴിയുമ്പോൾ അവർക്കൊരു പൊട്ട സാരി, അല്ലെ അവർക്ക് ചേരാത്തൊരു സാരി കൊടുത്തു വിട്ടിട്ട് അവരൊരു കല്യാണത്തിന് കൊടുത്തിട്ട് ഇത് എവിടുന്ന് വാങ്ങിച്ച് പന്ന സാരി എന്ന് ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കുന്നതിലും അവർക്ക് ചേരുന്നൊരു സാരി കൊടുത്തുവിട്ട് എന്ത് ബ്യൂട്ടിഫുള്ളായി സാരി എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വരും. അപ്പം നമ്മുടെ ആവശ്യം എന്താണ്? ആ വരുന്ന കസ്റ്റമറെ 100% അവർക്ക് ചേരുന്ന പ്രോഡക്റ്റ് തപ്പിയെടുത്ത് കൊടുത്തു വിടുക എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ സ്റ്റാഫ് 100% ചെയ്യുന്നുണ്ട്. 1% വല്ലതും ചെയ്യാതെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ സോറി പറയുന്നു. അവർക്ക് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഫ്ലോറിൽ 100% ഞാനിപ്പം ഫ്ലോറിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പം അറിയാമല്ലോ 100% അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മാം. എന്തായാലും വളരെ നല്ല രീതിയിൽ ഇത് നമ്മൾ ആദ്യ കാലങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് സൂര്യ TV-യിൽ അതിലൂടെ ആളുകൾ നേരിട്ട് തന്നെ മാമിനെ കാണാൻ തുടങ്ങി. ഈ മാമിനെ അവിടെ ആ സ്ഥാപനത്തിൽ ചെന്ന് നേരിട്ട് കാണാം എന്ന് പറഞ്ഞു വന്നവർ വരെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ എത്തട്ടെ, ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ മിലൻ. ഒരുപാട് ആശംസകൾ. താങ്ക് യു സോ മച്ച്.